അലാവുദ്ദീൻ അത്ഭുത വിളക്ക് കിട്ടിയ പോലെ എനിക്കും കിട്ടിയ ഒരു അത്ഭുത ശംഖ്. ഇത് ഒരച്ചാ ഭൂതം വരുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഏത് ഭൂതാണ് ഇതിവിടെ കൊണ്ടുവച്ചേന്നാണ് എന്റെ ഡൗട്ട്. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു വെക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇതെങ്ങനെ ഈ ബാഗിൽ എത്തിയെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു പിടിയുമില്ല. എന്നാൽ ശരിക്കും നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളാണെങ്കിലോ പലതും ഇവിടെ എത്തിയിട്ടുണ്ടെന്നറിയാം, പക്ഷെ എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കണം. ഒരു ബിൽഡിങ്ങിനെ നമ്മുടെ വീടാക്കി മാറ്റുക എന്നുള്ള കലാപരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുറച്ച് തുണികളും പാത്രങ്ങളും ഒഴിച്ച് ബാക്കി ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നേന്ന് തൊട്ട് വാങ്ങണം. പഴയ വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചേഴ്സും ഇലക്ട്രോണിക്സും ഒന്നും നമ്മൾ ഓൺ ചെയ്തല്ലാത്തതുകൊണ്ട് ബെഡ് തൊട്ട് സിറ്റ് ഔട്ടിലെ സോഫ വരെ നമ്മളിപ്പോ വാങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് സ്വന്തമായി ഇന്റീരിയർ ചെയ്യാൻ ഒരു വീട് കിട്ടിയിരിക്കല്ലേ. ഞാൻ നാട്ടില് ബിൽഡിംഗ് പ്ലാൻ ആൻഡ് ഡിസൈൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ക്ലയൻസിനെ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ ഡിസൈൻ കാണിച്ചാലും ഡിസിഷൻ എടുക്കാൻ പറ്റാത്തവർ. ഇപ്പതേ ആ പറഞ്ഞ ക്ലയന്റ് ഞാനാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ വീട് എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായ ഐഡിയ ഉണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരാൾ തെക്കോട്ടും മറ്റേയാൾ വടക്കോട്ടും ആണെങ്കിലും വീടിന്റെ തീമും ഫർണിച്ചർ ഡിസൈനും അതിലൊക്കെ നമ്മൾ ഒരേ മൈൻഡാണ്. പക്ഷേ പ്രശ്നം വരുന്നത് ഡിസിഷൻ മേക്കിംഗിലാണ്. ഇത് വേണോ ഓർ അത് വേണോ ആണ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. കാണാൻ ഭംഗി ഇതിനാണെങ്കിലും ക്വാളിറ്റി കൂടുതൽ മറ്റേതിനാണ്. ഈ കളർ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഒടുക്കത്തെ വില. അങ്ങനെ ഈ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് പല പല ഷോപ്സിൽ കയറി ഇറങ്ങിയാണ് വാങ്ങിക്കുന്നത്. ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് നിങ്ങളിത് നാലാമത്തെ തവണയാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. വേണ്ടത്ര സമയമെടുത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ മാത്രം വാങ്ങിച്ചാൽ പോരെ. നമുക്കാരെയും ബോധിപ്പിക്കാനില്ലല്ലോ. പയ്യെ തിന്നാൽ ഒരു ഫുൾ അൽഫാം തിന്നാം എന്നല്ലേ പഴഞ്ചൊല്ല്.